എന്തായാലും ആലപ്പുഴ വരെ വന്നതല്ലേ, ഒരു കൂട്ടിയാത്രയൊക്കെ പോവാല്ലേ. ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ ഫാമിലിയും കൂടെ ഉണ്ട്. അവരും കോഴിക്കോട് നിന്ന് ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ട്രിപ്പുകളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മിസ്സാക്കി കളയരുത്. ഇത് കണ്ട വിചാരിക്കും ഞാനാ ഓടിക്കുന്നത്, പക്ഷെ അല്ല, ഈ ചേട്ടനാ ഓടിക്കുന്നത്. പൈസയും ടൈമും ഒരുമിച്ച് വന്നിട്ട് ട്രിപ്പ് പോവാന്ന് വെച്ചാൽ നടക്കൂല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ചാൻസിൽ അങ്ങ് പോയി പോകണം. ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കുറച്ചൊക്കെ ഫാമിലിയുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യണം. കുറെ ഉള്ളോട്ടൊക്കെ എത്തിയപ്പോ ഞങ്ങളും ബോട്ടൊക്കെ ഓടിച്ച് ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഈ വിശാലമായ കായലും പലതരത്തിലുള്ള ബോട്ടുകളും കയാക്കിങ്ങും സ്പീഡ് ബോട്ടും അതൊക്കെ തന്നെയാണ് കാണാൻ പറ്റുക. ഹണിമൂണിന് ആലപ്പുഴ വരാൻ പ്ലാൻ ഇട്ട് ഇവർ അവസാനം എത്തിയത് 2 പിള്ളേരായിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ട്രിപ്പിലാണ് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നത്. പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകാന്ന് വെച്ചാൽ നടക്കൂല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയം എവിടെയെങ്കിലും ഒന്ന് പോയി കളയണം. ഇതൊക്കെയല്ലേ ലൈഫിലെ ഓരോ സന്തോഷങ്ങള്. ആലപ്പുഴ വരെ വന്നിട്ട് കള്ളുടിക്കാതെ എങ്ങനെയാ പോവുക? കള്ളെന്തായാലും മാമന്റെ വകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല നാടൻ മധുര കള്ളൊക്കെ കുടിച്ച് ഞാൻ മുമ്പ് ആലപ്പുഴ വന്നപ്പോൾ ഹൗസ് ബോട്ടിലൊക്കെ സ്റ്റേ ചെയ്തിട്ടാണ് പോയത്. പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ഒരു ബോട്ട് യാത്ര പോകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ആലപ്പുഴയ്ക്ക് വാ. ഇത് കണ്ട, ഇത് കേരള സർക്കാരിന്റെ ബോട്ടാണ്. നമ്മൾ ബസ്സിലൊക്കെ പോകുന്നത് പോലെ ഇവിടെയുള്ള ഒരു ഈ ബോട്ടിൽ പോകുന്നത്. എന്നാ പിന്നെ നോക്കിക്കാണ്ട് വേഗം ഇങ്ങോട്ടേക്ക് വന്നോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.